ഗോപാലും ഉമയും അവരുടെ കല്യാണത്തിനു ശേഷം ഗോപാലിന്റെ നാട്ടിലേക്ക് പോകുകയാണ്. മുംബൈയിലെ ഒരു ചെറിയ മുറിയിലായിരുന്നു അവരുടെ താമസം. ഗോപാലിന് ഉമയോട് യാതൊരു സ്നേഹവുമില്ല. കഴിക്കാൻ ഭക്ഷണമൊന്നും അവൾക്ക് നൽകാറില്ല. രാത്രിയിൽ ഒരുപാട് താമസിച്ചിട്ടാണ് അവൻ ജോലി കഴിഞ്ഞ് വരുന്നത്. രാവിലെ നേരത്തെ ജോലിക്ക് പോകും. സൺഡേ അവർ ഇരുവരും ബീച്ച് കാണാനായിട്ട് ടൗണിൽ പോയി. 13 മണിക്കൂർ യാത്ര ഉള്ളത് കാരണം അവർക്ക് പോയിട്ട് വേഗം തിരികെ വരേണ്ടി വരുന്നു. ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അവൾ ഒരുപാട് ക്ഷീണിക്കുകയാണ്. അങ്ങനെ ഉമ ഒരു കമ്പനിയുടെ തറ തുടയ്ക്കുന്ന ജോലിക്ക് കയറി. ജോലി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ എല്ലാവരും അവളുടെ വെളുത്ത നിറത്തിന്റെ സീക്രട്സ് ചോദിക്കും. ഒന്നും മിണ്ടാതെ അവൾ ഓടിപ്പോകും. അവളുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതുകൊണ്ട് കമ്പനിയിലെ സെക്യൂരിറ്റിയെ കൂട്ടി അവൾ ഹോസ്പിറ്റലിൽ പോയി. നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഭേദമാകുന്ന അസുഖമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളുടെ ചെവിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് മറ്റാർക്കും കേൾക്കുന്നില്ല. എത്ര വെയിൽ കൊണ്ടിട്ടും അവൾക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. എന്നിട്ടും അവൾ വല്ലാതെ വിളറി വിളകുകയാണ്. ഡോക്ടറിനെ കണ്ട് ചെക്കപ്പ് ചെയ്യുമ്പോൾ ടെസ്റ്റ് റിസൾട്ട് നോർമലാണ്. ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് രാത്രിയിൽ അവൾ തിരികെ വരുമ്പോൾ വഴിയരികിൽ കണ്ട ആടിനെ കൊന്ന് രക്തം കുടിക്കുന്നു. എന്നിട്ട് അതിനോട് സോറി പറയുന്നു. അവൾക്ക് മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഛർദി വരികയാണ്. അന്ന് രാത്രി ഒരു കാട്ടിൽ കയറി ഒരു പക്ഷിയെ പിടിച്ചിട്ട് അതിനെ രക്തം കുടിച്ചിട്ട് അതിനോട് സോറി എന്ന് പറഞ്ഞിട്ട് അതിനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കട്ടിലിന്റെ അടിയിലായി ഒളിപ്പിക്കുകയാണ്. പിന്നീട് ദിവസവും ഇത് സ്ഥിരം റൊട്ടീനായി മാറുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ കൊന്ന് കട്ടിലിന്റെ അടിയിൽ വെച്ച കിളികൾക്ക് എല്ലാം ജീവൻ വെച്ച് അവ ആ ചെറിയ മുറിക്കുള്ളിൽ പറക്കാൻ ആരംഭിച്ചു. അവൾ തന്റെ ഭർത്താവിനെ കൊന്നു. എന്നിട്ട് ഡെഡ് ബോഡി സമാധി പോലെ അലങ്കരിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും ഡെഡ് ബോഡി അഴുകാൻ ആരംഭിച്ചു. ഒരു ദിവസം രാത്രിയിൽ അവളെ കാണാൻ കുറെ ആടുകൾ വന്നു. പിറ്റേന്ന് രാവിലെ അവൾ അതിനെയെല്ലാം ഓടിച്ചു വിട്ടു. നാട്ടിലുള്ളവർ അവളെ ഒരു മന്ത്രവാദിനിയെ പോലെയാണ് കാണുന്നത്. ഒരു സ്ത്രീ ഗോപാലിന്റെ മൃതദേഹം കാണുകയാണ്. ഉമ അവളെ കടിച്ച് ചോര കുടിക്കാതെ തലക്കിട്ടടിച്ചിട്ട് കൊന്നുകളയുന്നു. എന്നിട്ട് ആ സ്ത്രീയെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കാട്ടിലുള്ള ആടുകൾക്ക് തിന്നാനായിട്ട് കൊടുക്കുന്നു. പിന്നീട് ഗോപാലിന്റെ മൃതദേഹം കൊണ്ട് കത്തിച്ചു കളയുന്നു. തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ റോഡരികിലെ തറയിലേക്ക് വീഴുന്നു. അവളെ കുറെ സന്യാസി സ്ത്രീകൾ രക്ഷിച്ചു. ഇവളൊരു വാമ്പയർ ആണെന്നറിഞ്ഞപ്പോൾ അവളെ നാട്ടുകാർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവൾ കറുത്ത വസ്ത്രവും കറുത്ത ലിപ്സ്റ്റിക്കുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവളൊരു വാമ്പയർ ആയതുകൊണ്ടാണ് ഇവൾ കൊന്ന് ചോര കുടിക്കുന്നതെല്ലാം വാമ്പയറായി മാറുന്നത്. അതുകൊണ്ടാണ് പക്ഷികൾക്ക് ജീവൻ വെച്ചതും ആടുകൾ മാംസം ഭക്ഷിച്ചത്.